എടാ ചന്ദ്രു, അച്ഛനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കൊന്ന് മാറി നിന്നാലോ? നേരാടാ, നിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ രാമപുരത്തുള്ള നിന്റെ മുത്തശ്ശനെ വീട്ടിൽ പോം. അവിടേക്ക് നമ്മുടെ അമ്മാവൻ തന്നെ പൊയ്ക്കോട്ടെ. നമ്മള് ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിലെന്ന് വെച്ചാ നമ്മുടെ കൃഷ്ണമൂർത്തിയുടെ അടുത്തോ? അവൻ എന്നോട് പറയാതല്ലേ പോയത്. അവനെ എനിക്ക് കാണാൻ അതിയായ മോഹമുണ്ട്. അപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം. നാളെ നേരം വെളുക്കുന്ന സമയം നമ്മൾ ചെന്നൈയിലായിരിക്കും. ഓക്കേ. നീ അഡ്രസ്സിങ് എടുത്തേ. പാൽ പാൽ. ഞാൻ തന്നെ ഗോപാലൻ. ഗോപാലനോ? ഞാൻ പാല് കൊണ്ടുവന്നു പറഞ്ഞ. എന്തിനാ നിർത്തിക്കളഞ്ഞത്? ചിരിക്ക് മുത്ത, ചിരിക്ക്. നീ എന്തിനാ മുത്ത നാണം കുണുങ്ങുന്നേ? നീ കെട്ടിപ്പിടിച്ച് ഈ ചേട്ടൻ ഒരു മുത്തെന്താ മുത്തേ? ഇച്ചിരിയും കൂടെ മേലെ. അവിടെയല്ല. ആരെയാ നോക്കുന്നത്? എൻ്റെ ചിറ്റപ്പൻ ലാസറിനെയാണോ? ആ കരിങ്കുറ്റിയോട് പോകാൻ പറ. അവന് പെണ്ണുങ്ങളുടെ മനസ്സെന്താന്ന് അറിയില്ല. മുത്തേ, അടുത്ത് വന്നൊരു ഉമ്മതാ. അയ്യോ, ഉമ്മ വന്നു. അയ്യോ, ഓടി വരണേ, ഞങ്ങൾ രണ്ടും കൊക്കെ വീട്. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, എന്താടാ, ഞാൻ കരിങ്കുറ്റിയാണെന്നോ? അതും പെണ്ണുങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്കറിയില്ലെന്നോ? സിനിമാക്കാരുടെ സ്വപ്നം കണ്ടു കിടക്കാതെ എഴുന്നേറ്റ് പോയി ചായ ഉണ്ടാക്കണം മൊണ്ണേ. എന്താടാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? അവന്റെ മോന്ത കണ്ടില്ലേ? ആ സമയത്ത് എന്റെ ചേട്ടൻ 10 വാഴ നട്ടിരുന്നെങ്കിൽ ഇപ്പൊ കോലവട്ടമായിരുന്നു. നമ്പർ 10 ഈ വീടാ. ആ കിടക്കുന്ന ആരാടാ? അവന്റെ ചിറ്റപ്പനായിരിക്കും. അതെ ആരാടാ? കൃഷ്ണമൂർത്തി ഉണ്ടോ? അകത്ത് കിടന്ന് ഉറങ്ങുക. കയറി നോക്ക്. നോക്കടാ, നമ്മുടെ ആള് നേരം വെളുത്തത് പോലും അറിയാതെ ഉറങ്ങുന്ന കണ്ടോ? ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുത്താൽ എന്താടാ? ചുമ്മാരിടാ. വേണ്ട, ഇപ്പൊ എഴുന്നേപ്പിക്കരുത്. നമ്മളെ കണ്ട സന്തോഷത്തിൽ അവൻ ചാടി ബഹളം വെച്ച ചിറ്റപ്പന്റെ ഉറക്കം പോവില്ലേ? നീ വാ, കട്ടിൽ സഹിതം പൊക്കി എടുത്തോണ്ട് പോവാം. ചിറ്റപ്പൻ കട്ടിലും കൊണ്ട് അങ്ങോട്ട് പോയി. ചിറ്റപ്പോ. എടാ, ചിറ്റപ്പൻ ഇവിടെ ആണല്ലോ കിടന്ന്, എങ്ങോട്ട് പോയി? അത് ചിറ്റപ്പനായിരുന്നു. ഞാൻ വിചാരിച്ച നീയാണെന്ന്. എന്താടാ, ചിറ്റപ്പന് സുഖമില്ലേ? കട്ടിലൂടെ എടുത്തോണ്ട് പോകണുണ്ടായിരുന്നു. എന്താ കട്ടിലൂടെ എടുത്തോണ്ട് പോയെന്നോ? ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? നിന്നെ ചോദിച്ചാ വന്നത്. എന്റെ അമ്മോ, കാശ് കടം കൊടുത്തവരായിരിക്കും. എങ്ങോട്ടാടാ കൊണ്ടുപോയെ? ഇതിലേ പോകുന്നുണ്ടു. ഞാൻ പോയി നോക്കട്ടെ, നീ പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വാ. എടാ, നീ ഈ ബാഗ് കൊണ്ട് വീട്ടിൽ വെച്ച് ചിറ്റപ്പനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ട്. എന്താടാ, കുളിപ്പിക്കാനോ? അതല്ലടാ, അവനൊരു ഷോക്ക് കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. അപ്പൊ അതാരാ? എടാ ചന്ദ്രു, നീ എങ്ങനെയാടാ ഇവിടെ? എടാ, ഞാനും അവൻ കട്ടിലോട് കൂടി എടുത്തോണ്ട് വന്ന് ആരെയാ? അപ്പൊ ഉറങ്ങി കിടന്ന് നീയല്ലേ? അയ്യോ, അത് ചിറ്റപ്പനാടാ. അടിക്കല്ലേ? നീയോ? അപ്പൊ ഇതാരാ? എടാ, ഇതവന്റെ ചിറ്റപ്പനാ. എത്ര ചിറ്റപ്പന്മാരാ? ചിറ്റപ്പൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടിക്കോടാ. അല്ല, ഞാൻ പോയി ഒരു സോറി പറയാം. സോറിയോ? അടിച്ച് ശരിയാക്കിട്ട് സോറി പറയാൻ പോന്നു. പോടാ. അയ്യോ,
അയ്യോ വേണ്ട അയ്യോ വേണ്ട മാറി നിക്കടാ. ആദ്യം അവന്റെ മുഖം നോക്കട്ടെ. എടാ എവിടെ വന്ന് നീ ആരോടാ? ഇത് ഏതാ സ്ഥലം? അയ്യോ എന്താ ഇത്? എടാ ഇത് ബായ്ക്കാ. ഫ്രണ്ട് എവിടെയാ? പൊക്കടാ. എടാ എത്രമാത്രം ധൈര്യം. എടാ വൃത്തികെട്ട കാട്ടാളാ, നീയാണോടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ചുമ്മാ ഇരിക്കും ചിറ്റപ്പ, പൊട്ടത്തരം പറയാതെ. എന്താ? എന്നാ ഞാനാണ് ചിറ്റപ്പനെ കൊല്ലാൻ നോക്കിയേ. ചിറ്റപ്പനെ രണ്ടുപേരും പൊക്കിക്കോട്ട് പോകുന്ന ഇവനാ എന്നോട് പറഞ്ഞു. ശരിയാ പറഞ്ഞ, അവർ രണ്ടുപേരും ഒന്നായിരുന്നു.